അഭിലാഷ് ഇത് ലോകം മൊത്തം കണ്ടോണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? അത് ലോകനാഥനെ അവിടെ കണ്ടു. ലോകനാഥനല്ല, ലോകം മൊത്തം കണ്ടോണ്ടിരിക്കുക. ലോകം മൊത്തം. അപ്പൊ നമ്മൾ പോകുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. എന്നാ പോകുന്നത്, എന്തിനാ പോകുന്നത് എന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഇതുവരെ മനസ്സിലായില്ല. ഇല്ല, അഭിലാഷ് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഞങ്ങൾ 8-ാം തീയതി പറക്കുവാണ്. എങ്ങോട്ട്? ദുബായ്. ദുബായ്. എവിടെയാണ് പോകുന്നത്? കരാമ സെന്റർ. എവിടെ ഉദ്ഘാടനം? കരാമ സെന്റർ അല്ല, പിന്നെ എവിടെയാ? കരാമ സെന്ററിലെ കലവറ റെസ്റ്റോറന്റില്. അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പം കലവറ റെസ്റ്റോറന്റ് ഉദ്ഘാടനത്തിന് ഞാനും അലിൻ ജോസ് പെരേരയും മാഹിൻ മൂവാറ്റുപുഴ എത്തുന്നതാണ്. ത്രിമൂർത്തികൾ വരുന്നതാണ്. നിങ്ങൾ ഞങ്ങളെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരിക. പിന്നെ നിങ്ങൾ കാണാൻ വരുന്നതിന് കുഴപ്പമില്ല. സന്തോഷങ്ങളിൽ നിങ്ങളുടെ കൈകൾ തലയുടെ ഇടയിലും കൂട്ടിമുട്ടാനുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അലിൻ ജോസ് പെരേര പോലുള്ള യുവാക്കളുടെ നെഞ്ചത്ത് ചവിട്ടി ഫുട്ബോൾ ആടരുതെന്നാണ്. എന്തായാലും അതിനുശേഷം ഞങ്ങള് 10-ാം തീയതി അല്ല 10 പരിപാടിയില്ലേ, 10 പരിപാടിക്ക് ശേഷം എന്നാണ് ചിലപ്പോ ഈ ഒരു വർഷങ്ങൾക്ക് ശേഷം വീഡിയോ വരും. ഞങ്ങളെ ഇന്ത്യയിലേക്ക് കടത്തി ഇന്ത്യയിലേക്ക് വിടുമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ കമന്റ്, ഒരിക്കലും വിടരുത് ഇന്ത്യയിലേക്ക്, നിങ്ങൾ അവിടെ തന്നെ നിന്നാലാണ് ഞങ്ങൾക്ക് വന്നേക്കുന്ന ഓഫറുകൾ എന്ന് പറയുന്നത് നമുക്ക് സൂട്ട് ഡ്രസ്സുകളെല്ലാം നമുക്ക് റെഡിയാണ്, ഫ്രീ ആണ്. റൂം കാര്യങ്ങളെല്ലാം ടിക്കറ്റ് ഫ്രീ ആണ്. അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് കൊണ്ടുവരാം, നമ്മുടെ ഡ്രസ്സ് നമുക്ക് കൊണ്ടുവരാം, എല്ലാം കൊണ്ടുവരാം. അവിടെ തന്നെ സാധനം അതൊക്കെ നമുക്ക് കൊണ്ടുവരാം. ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകണ്ട. അല്ല, ഡ്രസ്സ് നമ്മൾ കൊണ്ടുപോകണ്ടല്ലോ. കസേര അതെന്തായാലും ഫ്ലൈറ്റിൽ കയറ്റില്ല, അല്ല ഡൊമസ്റ്റിക്കിൽ വെക്കേണ്ട വരും. ആണോ? അപ്പൊ അതൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് ഡൊമസ്റ്റിക്കിൽ വേണ്ടി കൊണ്ടുവരും. വേറെ എന്ത് തന്നാലും അത് കൊണ്ടുവരാം. പിന്നെ ഇത് മാത്രമല്ല, നമുക്ക് ഖത്തർ പ്രോഗ്രാം ഉണ്ട്, പിന്നെ കുവൈറ്റ് ഒരു പ്രോഗ്രാം ഉണ്ട്. അത് അഭിലാഷാട്ടായോ മായിൻ മൂവാറ്റുപുഴ മാത്രം. പിന്നെ ആറാട്ടണ്ണന്റെ ഒരു പരിപാടി ഉണ്ട്. അങ്ങനെ എന്നെ അണ്ണൻ കേൾക്കരുത്. അണ്ണൻ കേട്ടാ നാളെ തൊട്ട് അണ്ണനൊരു പരിപാടി ഉണ്ട്. അണ്ണൻ തെറ്റിദ്ധരിച്ചേക്കണയാണ്. അണ്ണനൊരു പരിപാടി നിലവിലുണ്ട്. ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് ഒരു മാഹിനെ വിളിയായിരുന്നു. എന്നെ മനപ്പൂർവ്വം ഒഴിവാക്കിയാലേ വലിയ മാത്രമേ കൊണ്ടുപോളൂ. തെറിയോട് അഭിഷേകം അണ്ണൻ കേൾക്കുന്നതിന് മുമ്പ് തോക്കിൽ വെടിവെക്കുക. അപ്പൊ അണ്ണ എന്തായാലും അണ്ണനും മാഹിനും പറക്കും കേട്ടോ, ഉറപ്പുള്ള കാര്യമാണ്. അണ്ണന് വേറെ കാര്യമാണ്, അണ്ണൻ പുറത്തേക്ക് പോവില്ല. അണ്ണൻ ലുലുമാള് വനിതാ തിയേറ്റർ വീട്. അത് മാത്രല്ല, അണ്ണൻ പോവും. അണ്ണൻ പോവാതിരിക്കില്ല, അണ്ണന് കാരണം പോണം. കാരണം കാനഡയ്ക്ക് പോയ ആള് ഗൾഫിൽ പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. അത് അണ്ണൻ നേരത്തെ പോയതാണ്, അണ്ണൻ റീച്ച് ആവണതിന് മുമ്പ് പോയത് അല്ലേ? പക്ഷെ ഇപ്പൊ എന്ന് പറയുമ്പോ അണ്ണൻ പോകേണ്ടത്. അപ്പൊ നിങ്ങളെ എല്ലാവിധ ആശംസകളും. എല്ലാവിധ ആശംസകളും. അപ്പൊ ഞാന് കൊച്ചെ വരുമ്പോ മിഠായി കൊണ്ടുതരാം, തേൻ മിഠായി കേട്ടോ, കടല മിഠായി. ശരി ശരി.